AV ജയശങ്കർ കൂടി ചേരുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ വീട്ടിലാണ് ജയശങ്കർ ഉള്ളത്. ജയശങ്കർ, പറയൂ. ഉന്മേഷ്, ഇത്തവണയും സുരേഷ് ഗോപിയും കുടുംബവും പൊങ്കാല ആഘോഷിക്കുന്നുണ്ട്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അവിടെ പൊങ്കാല തയ്യാറെടുപ്പുകളിലാണ്. ഇത് വളരെ പ്രത്യേകതയുള്ളൊരു പൊങ്കാലയാണ്. മകളുടെ വിവാഹം കഴിഞ്ഞുള്ള ആദ്യ പൊങ്കാല. ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. എന്തൊക്കെയാ? പൊങ്കാല ആഘോഷിക്കുകയല്ല കേട്ടോ, ആചരിക്കുകയാണ്. ഇത് എല്ലാ വർഷവും ഇങ്ങനെ തന്നെ. 1990 മുതൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കല്യാണം കഴിഞ്ഞാണ് പൊങ്കാല വരുന്നത്. ആ വർഷത്തെ അന്ന് മുതൽ പൊങ്കാല മുത്തശ്ശിയുടെ സാന്നിധ്യത്തിലിട്ടിരുന്നു. എൻ്റെ അമ്മയും കുടുംബവും ഞങ്ങളുടെ കുടുംബക്കാരിലെ സ്ത്രീപക്ഷങ്ങളെല്ലാം വന്ന് ഈ ആചാരം തുടങ്ങി വെച്ചു. അതിന് മുമ്പ് വരാത്തവരൊക്കെ മഞ്ചേരിയിൽ നിന്നുള്ളവരും എല്ലാം അതിന് ശേഷമൊക്കെ വന്നിട്ടുണ്ട്, 94-ന് ശേഷമൊക്കെ. ഇത് അങ്ങനെ മുടങ്ങാതെ അമ്മയ്ക്ക് വേണ്ടി അർപ്പിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത് ഇനിയും അങ്ങനെ തന്നെ മുടങ്ങാതെ തുടരണേ എന്ന്, അത് അനന്തരാവകാശികളായ മക്കളിലേക്ക് പോകണം. ഇപ്പം മകളുടെ കല്യാണം ഏതാണ്ട് 1.5 മാസം മുമ്പ് നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിൻ്റെ ഒരാചാരക്രമത്തിൽ വരുന്നത് മകൾ കല്യാണം കഴിച്ച് ചെന്ന് കയറിയ ഗൃഹത്തിലായിരിക്കണം, ഭർത്തൃ ഗൃഹത്തിലായിരിക്കണം അവളുടെ ആദ്യത്തെ പൊങ്കാല എന്ന് പറയുന്ന ഒരു നിർബന്ധം കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെയാണ് എല്ലാ കാര്യങ്ങളും. വിഷു അവിടെയാണ്, ഓണം അവിടെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ ഇതിനിടയ്ക്ക് ആചാരക്രമത്തിൽ തന്നെ പെടുത്തി നടക്കുന്നുണ്ട്. ഞാൻ അഭിനവ കണ്ണകിമാർ പൊങ്കാല അർപ്പിക്കുമ്പോൾ ഭർത്താവിൻ്റെയും വീടിൻ്റെയും എല്ലാം ആൺമക്കളടക്കമുള്ള മക്കളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി പൂജ അർപ്പിക്കുമ്പോൾ, പൊങ്കാല അർപ്പിക്കുമ്പോൾ സാന്നിധ്യം കോവലൻ അകത്തുണ്ടാവണം എന്നുള്ളത്, വീട്ടിലുണ്ടാവണം എന്നുള്ളത് ഇതിൻ്റെ ഒരു ആചാരക്രമത്തിൽപ്പെടുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടല്ല പൊങ്കാലയ്ക്കും ഞാനിവിടെ വന്ന് നിൽക്കാറുണ്ട്. അത് ഷൂട്ടിംഗ് സ്ഥലത്തു നിന്നായാലും പാർലമെൻറ്റിൽ നിന്നായാലും. ഈ ഒരു 3 ദിവസം ഇന്നലെ അന്നദാനമുണ്ട്. അപ്പോൾ അത് വിളമ്പാൻ പോയി 2-3 മണിക്കൂർ നിന്ന് അന്നം വിളമ്പിയിട്ട് വന്നാൽ തുടങ്ങും വ്രത സമയവുമാണ്. ഇനിയിപ്പം നാളെ കുരുതി കഴിഞ്ഞതിന് ശേഷമാണ് തിരുവനന്തപുരം വിട്ട് പോവുക. ഈ വർഷത്തെ പൊങ്കാലയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിലേക്ക് കിടക്കുകയാണ്, അങ്ങ് സജീവമായി പരിഗണിക്കുന്നുണ്ട് തൃശ്ശൂർ. അപ്പോൾ ഇപ്പോഴത്തെ പൊങ്കാലയുടെ ഒരു ആഗ്രഹം, ആ ഒരു വിജയം കൂടിയാണോ? ഇല്ലില്ല, ഒരിക്കലും ഇല്ല. അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് വിജയത്തിനല്ല, അഭിവൃദ്ധിക്ക് വേണ്ടിയാണ്. ആ അഭിവൃദ്ധിയിൽ നിങ്ങൾ ഈ വിജയം കണക്ക് കൂട്ടുമെങ്കിൽ അത് ഇപ്പം നമുക്ക് വേറെ നിവർത്തിയില്ല, അല്ലേ? നമ്മൾ നിയത്ത് വയ്ക്കാറുണ്ട് നിസ്കരിക്കുമ്പം, അതിലൊക്കെ അത് വരും. കുടുംബത്തിന് നല്ലത് വരണം, നല്ലതിൻ്റെ അളവ് എപ്പോഴും കൂടി നിൽക്കണേ എന്നൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ അവകാശമുണ്ട്. ആ പ്രാർത്ഥന ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് നല്ലത് ആ വഴിയാണ് വരുന്നതെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സിനിമ വഴിയാണെങ്കിൽ അങ്ങനെ. അഭിവൃദ്ധി, ഐശ്വര്യം, ആരോഗ്യം നമുക്കെന്നും സംരക്ഷിച്ച് കാത്തുരക്ഷിച്ച് കൊണ്ടുപോകണേ. ജീവിച്ചിരിക്കുന്നിടത്തോളം ആ നിമിഷം വരെയും ആരോഗ്യപൂർണരായി ജീവിക്കാൻ ഉള്ള അവസ്ഥ ഉണ്ടാവണേ എന്നൊക്കെ പറയുന്ന പ്രാർത്ഥനയാണ് പ്രധാനം. അതങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്ത് അലൈൻഡാണ്, അതെല്ലാം വരും. അങ്ങനെ ഇലക്ഷൻ നടക്കുന്ന വർഷം ഒരു പ്രത്യേക പൊങ്കാല അങ്ങനൊന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ ലക്ഷങ്ങളൊക്കെ ഇതൊരു പ്രാർത്ഥനയാണ്. ശരി ജയശങ്കർ, AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. സുരേഷ് ഗോപിയുടെ വീട്ടിൽ നിന്ന്. അവിടെയും ഇത്തവണയും അവിടെ പൊങ്കാലയുണ്ട്. അദ്ദേഹം അത് സംബന്ധിച്ച് വിശദീകരിക്കുകയായിരുന്നു.